ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് വാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് അല്ലേ. പലരും വിദേശത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഒരു ജോലി നേടിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് ഏറ്റവും ആദ്യം അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ് സ്വന്തമായിട്ടൊരു വീട് ഓൺ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീടിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുമ്പം വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു വിചാരത്തോടു കൂടി നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വീട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വിനയായിട്ട് തീരും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ട് നിങ്ങളുടെ ലൈഫ് ലോങ് നിലനിൽക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു സേവ് ഫോർ യുവർ ഫസ്റ്റ് ഹോം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ഒരു വീട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാലിച്ചിരിക്കേണ്ട കുറച്ച് ഗൈഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഒരു മാർഗരേഖ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പം ഒരു വീടിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് നീങ്ങാം. ടേൺ യുവർ ഡ്രീം ഓഫ് ഹോം ഓണർഷിപ്പ് ഇൻ ടു എ റിയാലിറ്റി. അതായത് നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവും അല്ലേ, ഒരു വീട് വെക്കണം എന്നുള്ളത്. അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഓണിങ് എ ഹോം ഈസ് നോട്ട് ജസ്റ്റ് എ ഡ്രീം, ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ ഓഫ് ഫൈനാൻഷ്യൽ സക്സസ് ആൻഡ് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്. അതായത് കേവലം ഒരു സ്വപ്നം മാത്രമായിരിക്കില്ല അല്ലേ പലർക്കും ഒരു വീട് നേടിയെടുക്കുക എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു നാഴികക്കല്ലാണ്, അവരുടെ ഒരു സാമ്പത്തിക വിജയത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ടും പലരും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ പുറമേയുള്ള ആൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായിട്ടൊരു നല്ല ഹോം, ഒരു വീട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇപ്പം നമ്മുടെ സമൂഹം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. സോ അതാണ് നമ്മളിവിടെ കാണിച്ചത് അല്ലേ. ഓക്കെ, why owning a home is important. ഒരു ഹോം ഓൺ ചെയ്യുന്നത് എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി, എ പെർമനന്റ് അഡ്രസ് ഫോർ യു ആൻഡ് ഫാമിലി. അത് നിങ്ങൾക്കൊരു സ്ഥിരത അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം കിട്ടും അല്ലേ. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയി താമസിക്കേണ്ടി വരില്ല സ്വന്തമായിട്ടൊരു ഹോം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ താമസിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. എ പെർമനന്റ് അഡ്രസ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി. നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു അഡ്രസ്സ് കിട്ടും. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്താൽ നിങ്ങളിപ്പം ഒരു റെൻ്റൽ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഹോം അഡ്രസ്സ് അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഹോം അഡ്രസ്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. ഇതാകുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു അഡ്രസ്സ് കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളുടെ പോസ്റ്റ്മാനൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടു തരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ഉപകാരപ്രദമായിരിക്കും. പിന്നെ എന്താണ് ലോങ് ടേം വെൽത്ത്. റിയൽ എസ്റ്റേറ്റ് ടിപ്പിക്കലി അപ്രിഷിയേറ്റ്സ് ഓവർ ടൈം. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നല്ല പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നല്ല ബിൽഡിംഗ് ഒക്കെ വാങ്ങിയിട്ടിടുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെയൊക്കെ ലാൻഡ് അപ്രീസിയേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി അപ്രീസിയേഷനും നടക്കും അല്ലേ. റിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, പ്രൈഡ് ഇൻ ഓണർഷിപ്പ് ആൻഡ് എ പ്ലേസ് ടു ക്രിയേറ്റ് ലൈഫ് ലോങ് മെമ്മറീസ്. അതായത് നമ്മളുടെ ഫാമിലി നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം നമ്മൾ താമസിക്കുമ്പം നമുക്കൊരു സെൻസ് ഓഫ് ഒരു ലൈഫ് ലോങ് മെമ്മറി ആയിരിക്കും അല്ലെ. നമ്മളുടെ ജീവിതകാലം ഉടനീളം നീണ്ടു നിൽക്കുന്ന പല ഓർമ്മകളും നമുക്ക് വീടുകളിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി കുറച്ച് ചലഞ്ചസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ കോർ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ചലഞ്ചസ് ഓഫ് സേവിങ് ഫോർ യുവർ ഫസ്റ്റ് ഹോം. അതായത് നിങ്ങളൊരു വീട് ആദ്യമായിട്ട് നിർമ്മിക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത സംസാരിക്കാൻ പോകുന്നത് അല്ലേ. റൈസിംഗ് പ്രോപ്പർട്ടി പ്രൈസസ്, കോമ്പറ്റീറ്റീവ് ഹൗസിംഗ് മാർക്കറ്റ് ഡ്രൈവ് അപ്പ് കോസ്റ്റ്. അതായത് ഓരോ വർഷം കഴിയും തോറും നിങ്ങൾ വീടുണ്ടാക്കാൻ വൈകി വരികയാണെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളുടെയും പ്രൈസ് ഉണ്ടാവും അല്ലേ. അതൊക്കെ ശക്തമായിട്ട് ഉയർന്നു വരികയാണ് അല്ലേ. അർബൻ ഏരിയാസ് ആൻഡ് പ്രൈം ലൊക്കേഷൻസ് ക്യാൻ ബി പ്രൊഹിബിറ്റീവ്ലി എക്സ്പെൻസീവ് ഫോർ ഫസ്റ്റ് ടൈം ബയേഴ്സ്. ഇപ്പോൾ നമ്മൾ ടയർ 2 സിറ്റി അല്ലെങ്കിൽ ടയർ 3 സിറ്റീസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ അവിടെ ഒരു വീട് പണിയണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അവിടെയുള്ള ലാൻഡിനൊക്കെ വളരെ വലിയ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതേസമയം തന്നെ ഇപ്പം പ്രോപ്പർട്ടീസ്
നമ്മുടെ ഈ സിമെൻറ്റ്, സ്റ്റീല്, മറ്റ് ഉരുപ്പടികളൊക്കെ നമുക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളുടെയും വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണം ഒരു വീട് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ്. ബാലൻസിങ് പ്രിയോറിറ്റീസ്, മാനേജിങ് ഡെയിലി എക്സ്പെൻസസ്, ലോൺസ് ആൻഡ് സേവിങ്സ് ഫോർ എ ബിഗ് ഗോൾ ലൈക്ക് എ ഹോം ക്യാൻ ബി ചലഞ്ചിങ്. ഓക്കെ, അതായത് നമ്മൾ ഡെയിലി എക്സ്പെൻസ് ഒക്കെ കൂട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടിയാൽ ഒരു എന്താ പറയുക 50,000 പെർ മന്ത് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല എക്സ്പെൻസുകളും വരും അല്ലേ. അപ്പം നമ്മൾ പരമാവധി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്പെൻസ് മാക്സിമം കട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് എക്സ്പെൻസ് വരുമ്പോൾ നിങ്ങൾ പരമാവധി എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഒരുപാട് അല്ലെങ്കിൽ കുറച്ചധികം നല്ല തുക നിങ്ങളുടെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക അല്ലേ. അത് നിങ്ങൾക്ക് സേവിങ്സ് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരുപാട് ചിലവാക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നം തീർച്ചയായിട്ടും നല്ല വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഹിഡൻ കോസ്റ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ, ഹോം ഇൻഷുറൻസ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫൺ ക്യാച്ച് ഫസ്റ്റ് ടൈം ബയേഴ്സ് ഓഫ് ഗോഡ് അല്ലേ. പിന്നെ എന്താ പറയുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ ജാർഗൺസ്, ടേംസ് ലൈക്ക് ഡൗൺ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്, EMI, അതുപോലെ തന്നെ മോർഗേജ് റേറ്റ്സ് ക്യാൻ ബി ഡൗണ്ടിങ് അല്ലേ. അതായത് നിങ്ങളിപ്പം കുറച്ച് ടേംസുകളൊക്കെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ചാൽ ഒരു ഹോം ലോണൊക്കെ എടുക്കുമ്പം തീർച്ചയായിട്ടും പല രീതിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇപ്പം മോർഗേജ് റേറ്റ്സ്, ഇപ്പം നിങ്ങൾ HDFC ബാങ്കിൽ പോയിട്ട് നിങ്ങളൊരു ബാങ്ക് ലോൺ അല്ലെങ്കിൽ ഒരു ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കൃത്യമായിട്ടൊരു എന്താ പറയുക ഒരു പ്രോസ്പെക്ടസും മറ്റു പല കാര്യങ്ങളും തരും. അപ്പം നിങ്ങൾ അതിൽ ഒരുപാട് ഇതേപോലത്തെ ഫൈനാൻഷ്യൽ ജാർഗൺസ് ഒക്കെ കാണും. സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക അല്ലേ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്തത് സ്റ്റെപ്സ് ടു സ്റ്റാർട്ട് സേവിങ് ഫോർ യുവർ ഫസ്റ്റ് ഹോം. അത് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മളൊരു ആദ്യത്തെ ഒരു വീട് ഉണ്ടാക്കാൻ നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ കരുതേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മളടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, സെറ്റ് എ ക്ലിയർ സേവിങ്സ് ഗോൾ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഡൗൺ പേയ്മെൻറ്റ്, ടാക്സസ് ആൻഡ് അതർ എക്സ്പെൻസസ്. അതൊരു എന്താ പറയുക ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. എത്ര സേവ് ചെയ്യണമെന്ന് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ. സ്റ്റാർട്ട് ബഡ്ജറ്റിംഗ്, ട്രാക്ക് യുവർ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ടു ഐഡൻറ്റിഫൈ ഏരിയാസ് വെർ യു ക്യാൻ കട്ട് കോസ്റ്റ്. അത് നിങ്ങൾക്കൊരു വീട് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്വപ്നമാണ്. സോ അതിന് ഒരുപാട് പൈസ വേണ്ടി വരും. സോ അതിന് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എത്ര പൈസയുടെ വീടാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരിക്കണം. സോ അങ്ങനെ നിങ്ങൾ ഓൾറെഡി അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇൻകം വരുമ്പോൾ എത്ര തുക മാറ്റി വെക്കണം നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് വീട് വേണമെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ തന്നെ വലിയ തുക നിങ്ങൾ വീടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് ഓപ്പൺ എ ഡെഡിക്കേറ്റഡ് അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട്. ക്രിയേറ്റ് എ സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ട് ടു കീപ് യുവർ ഹോം ഫണ്ട്സ് സേഫ് ആൻഡ് ഗ്രോയിങ്. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് കരുതുക. നിങ്ങളുടെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ മാസവും നിങ്ങൾക്ക് വരുന്ന ശമ്പളത്തിൻ്റെ തുകയിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ അത് SIP-യിലൂടെ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ് അല്ലേ. റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഡെപ്പോസിറ്റ് മാർഗ്ഗങ്ങൾ ഇപ്പോൾ എല്ലാ ബാങ്കും ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനെ പ്രയോജനപ്പെടുത്താം. പിന്നെ എന്താ പറയുന്നത്, എക്സ്പ്ലോർ ഓൾട്ടർനേറ്റീവ് ഇൻകം സോഴ്സസ്, ടേക്ക് അപ്പ് ഫ്രീലാൻസിങ്, പാർട്ട് ടൈം ജോബ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബൂസ്റ്റ് യുവർ സേവിങ്സ്. അത് നിങ്ങളുടെ സേവിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല രീതിക്കുള്ള പാസീവ് ഇൻകം സ്ട്രീംസ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല നല്ല സ്കില്ലുകളൊക്കെ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് തുക കിട്ടും. സോ ആ തുക നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പാസീവ് ഇൻകം സോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഓട്ടോമേറ്റ് സേവിങ്സ്, സെറ്റപ്പ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് ടു എൻഷുവർ കൺസിസ്റ്റന്റ് സേവിങ്സ് വിതൗട്ട് മാനുവൽ ഇൻ്റർവെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ലെവറേജ് എംപ്ലോയർ സ്കീംസ്, സം കമ്പനീസ് ഓഫർ ഹൗസിംഗ് ലോൺസ് ഓർ സബ്സിഡീസ് ഫോർ എംപ്ലോയീസ്. അത് ചില കമ്പനികൾ എംപ്ലോയർക്ക് അല്ലെങ്കിൽ എന്താ പറയുക എംപ്ലോയർ സ്കീംസ് ഉണ്ടാവും അല്ലേ. ചില കമ്പനിയിലെ മുതലാളിമാർ അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പല ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ടാവും അല്ലേ. ഹൗസിംഗ് ലോൺസ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. അതിനൊക്കെ സബ്സിഡി ഇനത്തിൽ ഹൗസിംഗ് ലോൺസ് ഒക്കെ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാക്സിമം അതിനെ ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് എന്താ പറയുന്നത്,
എക്സ്പ്ലോർ ഫണ്ടിങ് ഓപ്ഷൻസ് അല്ലേ. എനിക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്, നിങ്ങളൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതിന് പുറമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാങ്കിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന HDFC ഹൗസിംഗ് ലോണാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ താരതമ്യേന മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്, ഹൗസിംഗ് ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിട്ട് കൊടുക്കുന്നത് HDFC തന്നെയാണ് അല്ലേ. ഹോം ലോൺസ് റിസർച്ച് ലെൻഡേഴ്സ് ഓഫറിംഗ് ദ ബെസ്റ്റ് റേറ്റ് ആൻഡ് ടേംസ്. അത് വളരെ തുക എന്താ പറയുക, ഒരു ലോൺ എടുക്കുമ്പം അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എടുക്കുമ്പം ഏറ്റവും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ആരാണ് നിങ്ങൾക്ക് ലോൺ തരുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ചാർട്ട് ചെയ്ത് വെച്ചിട്ട് അവരെടുക്കുന്നതിന് നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സ്കീംസ് ഉണ്ടാവും അല്ലേ. എക്സ്പ്ലോർ ബെനിഫിറ്റ്സ് ഓഫ് സബ്സിഡീസ് ഫോർ ഫസ്റ്റ് ടൈം ബയേഴ്സ്. അതായത് പല ഗവൺമെൻറ് സ്കീംസും ഉണ്ടാവും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഹോം ലോൺസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിസർച്ച് ബാങ്ക്സ് ഓഫ് നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ഓഫറിംഗ് കോമ്പറ്റേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഫേവറബിൾ ടേംസ്. ബാങ്ക്സിന് പുറമെ NBFCs ഉണ്ടാവും അല്ലേ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. ഇവരും നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ലോൺ തരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെന്താ പറയുന്നത്, ജോയിൻറ്റ് ലോൺസ് ഉണ്ടാവും. അപ്ലൈ വിത്ത് എ സ്പൗസ് ഓർ ഫാമിലി മെമ്പേഴ്സ് ടു ഇൻക്രീസ് എലിജിബിലിറ്റി ആൻഡ് ഷെയർ റീപേയ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിലെ നിങ്ങളാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു മെയിലാണ് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് കരുതുക. സോ അവർക്ക് പുറമെ അവരുടെ ഇപ്പം ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ജോയിൻ ആയിട്ട് ലോൺ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. കാരണം ഇവർക്ക് രണ്ടാൾക്കും വർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ജോബ് ഉണ്ടെങ്കിൽ ബാങ്കിന് വിശ്വാസ്യത കൂടുതലാണ്, ഇവർ ഈ പൈസ തിരിച്ചടക്കാൻ എന്താ പറയുക കേപ്പബിൾ ആണ് എന്നുള്ളത് അല്ലേ. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാങ്ക് കുറച്ചുകൂടി ലിബറലായിട്ട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടൊക്കെ ഒരു ഹൗസിംഗ് ലോൺ കൊടുക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ അതിനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഗവൺമെൻറ് സ്കീംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന ഫോർ സബ്സിഡീസ് ഇഫ് യു ആർ ഇൻ ഇന്ത്യ. നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണ് എങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പോലെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട് അല്ലെ, സ്കീംസ്. ആ സ്കീമിനെയൊക്കെ മാക്സിമം ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. റെന്റ് ടു ഓൺ മോഡൽസ്. സർട്ടൻ ഡെവലപ്പേഴ്സ് ഓഫേഴ്സ് ഓപ്ഷൻസ് വേർ യു റെന്റ് പേയ്മെന്റ്സ് ഗോ ടുവാർഡ് യുവർ ഓണർഷിപ്പ്. പിന്നെ ഫാമിലി സപ്പോർട്ടാണ്. ഇഫ് പോസിബിൾ ആസ്ക് ഫോർ എ ഫാമിലി ലോൺ ഓർ ഫിനാൻഷ്യൽ ഹെൽപ്പ് വിത്ത് നോ ഓർ മിനിമൽ ഇൻട്രസ്റ്റ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റ് പല ആളുകളും ഉണ്ടാവും, ഒരുപാട് പൈസയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ പൈസ തരുമെങ്കിൽ തീർച്ചയായിട്ടും അവരെ സമീപിക്കാവുന്നതാണ്. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ഉണ്ടാവും. സോ നിങ്ങളൊരു 10 വർഷത്തേക്കൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമി ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു സോഴ്സ് ഓഫ് ഇൻകം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ ആ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് വീട് പ്ലാൻ ചെയ്യാവുന്നതുമാണ് അല്ലേ. അടുത്ത കുറച്ച് ടിപ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ടിപ്സ് ടു സ്റ്റേ ഓൺ ട്രാക്ക് വിത്ത് യുവർ ഗോൾ അല്ലേ. അപ്പം ആദ്യം എന്താ പറയുന്നത്, അവോയ്ഡ് അൺനെസസറി ഡെപ്റ്റ്. അതായത് നിങ്ങളുടെ ഒരു വരുമാനത്തിന് പുറമെ നിങ്ങൾ ഓവർ ലോൺ എക്സ്പോസ്ഡ് ആവാതിരിക്കുക അല്ലേ. ഒരുപാട് ലോൺ എടുത്ത് കൂട്ടാതിരിക്കുക. കാരണം ഈ ലോണൊക്കെ നിങ്ങൾ തന്നെയാണ് തിരിച്ചടക്കേണ്ടി വരിക. അപ്പം നിങ്ങളുടെ ഇൻകവുമായിട്ട് നിങ്ങളുടെ ഒരു ലോൺ മാച്ച് ആയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിന് പുറമെ നിങ്ങളുടെ ലോൺ അല്ലെങ്കിൽ ഡെപ്റ്റ് കൂടി വന്നാൽ തീർച്ചയായിട്ടും അത് അടക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ അത് നിങ്ങളുടെ എന്താ പറയുക സ്ട്രെസ്സ് കൂട്ടുകയും അല്ലെങ്കിൽ മറ്റു പല പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസിന് അത് കാരണമാവും അല്ലേ. നിങ്ങളൊരു ഹാപ്പി ലൈഫിനെ അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ ബാധിക്കും. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലിമിറ്റ് ക്രെഡിറ്റ് കാർഡ് യൂസേജ് ആൻഡ് അൺനെസസറി ലോൺസ്. ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാക്സിമം എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ട് ലോൺസ് എടുത്ത് കൂട്ടാതിരിക്കുക അല്ലേ. പിന്നെന്താ പറയുന്നത്, അവോയ്ഡ് ന്യൂ ഡെപ്റ്റ്. കീപ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ലോ ബൈ അവോയ്ഡ് അൺനെസറി ലോൺസ് ഓർ ലാർജ് പർച്ചേസസ്. പിന്നെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് ഫോർ എമർജൻസി. സോ അൺഎക്സ്പെക്റ്റഡ് കോസ്റ്റ് ഡോണ്ട് ഡെറൈൽ യുവർ സേവിങ്സ്. അതായത് എമർജൻസി ഫണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ എമർജൻസി ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അവോയ്ഡ് ഇമ്പൾസ് പർച്ചേസസ്. എവറി റുപ്പീസ് സേവ്ഡ് ടേക്സ് യു ക്ലോസ് ടു യുവർ ഡ്രീം ഹോംസ്. സ്പെൻഡ് കോൺഷ്യസ്ലി. അതായത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ തുകയും നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പം മാക്സിമം നിങ്ങൾക്ക് എവിടെയൊക്കെ എക്സ്പെൻസ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ പരമാവധി നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ തുക കൂടി നിങ്ങളുടെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് റെക്കറിങ് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലേ. സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം
കാര്യമാണ് സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺസ്. എന്താ പറയുന്നത്, സ്മോൾ റിവാർഡ്സ് ക്യാൻ കീപ് യുവർ മോട്ടിവേറ്റഡ് ആസ് യു റീച്ച് യുവർ സേവിങ്സ് ഗോൾ. അത് ചെറിയ ചെറിയ എന്താ പറയുക, നിങ്ങളിപ്പം ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഓരോ മാസവും ഒരു 20,000 രൂപയാണ് സേവ് ചെയ്യുക എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഓരോ മാസവും നിങ്ങൾ ആ 20,000 രൂപ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എന്താ പറയുക, അതിനെ നിങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. ഓരോ വർഷവും അങ്ങനെ നിങ്ങൾ ആഘോഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓരോ വർഷവും നിങ്ങൾ ആ 20,000 രൂപ തന്നെ സേവ് ചെയ്ത് വെക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടാവും. സോ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് സെൽഫ് ഡ്രൈവ് അല്ലെങ്കിൽ സെൽഫ് ഡ്രിവൺ ആയിട്ട് നിങ്ങൾക്ക് വരേണ്ട കാര്യമാണ്. പിന്നെ എന്താ പറയുന്നത്, മോണിറ്റർ പ്രോഗ്രസ് റെഗുലർലി, റിവ്യൂ യുവർ സേവിങ്സ് പ്ലാൻ എവറി മന്ത് ടു സ്റ്റേ ഓൺ ടാർഗറ്റ്. ഓക്കെ, ഇനി ഫൈനലായിട്ടുള്ളൊരു തോട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഓണിങ് എ ഹോം റിക്വയർസ് കൺസിസ്റ്റൻറ്റ് പ്ലാനിങ് ആൻഡ് ഡിസിപ്ലിൻ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനിങ് വേണം. അത് എന്താ പറയുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു വീട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളപ്പോഴും എന്താ പറയുക, നിങ്ങൾക്കൊരു ജോലി കിട്ടിയ പാട് തന്നെ നിങ്ങളൊരു അത്യാവശ്യം നിങ്ങൾക്കൊരു 60,000 മന്ത്ലി സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കിട്ടി തുടങ്ങിയ ആളാണെങ്കിൽ ഒരു വീട് വേണമെന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ബാങ്ക് നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലോൺ എമൗണ്ട് തരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയൊക്കെ നിങ്ങൾ വീടിന് ലോൺ എടുക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തിരിച്ചടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യണം. അല്ലാത്ത പക്ഷം വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും. സ്മോൾ കൺസിസ്റ്റൻറ്റ് എഫേർട്സ് ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ലോങ് ടേം റിസൾട്ട്സ്. അത് നമ്മൾ ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ കേസിൽ സംസാരിക്കുന്ന പോലെ തന്നെ വളരെ സ്മോളായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ പറയുന്നത് അല്ലേ. പിന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആഫ്റ്റർ യു ബൈ യുവർ ഹോം ഉണ്ട് അല്ലേ. അതായത് നിങ്ങളൊരു വീട് വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കാര്യമായ രീതിയിൽ നിങ്ങൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്ലാൻ ഫോർ മെയിൻ്റനൻസ്. അതായത് നിങ്ങൾക്കൊരു വീട് വെറുതെ നിങ്ങൾക്ക് വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, അതിന് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് വന്നേക്കാം. അപ്പം നിങ്ങൾ ക്രിയേറ്റ് എ ബഡ്ജറ്റ് ഫോർ റെഗുലർ റിപ്പയർസ്, യൂട്ടിലിറ്റീസ് ആൻഡ് അപ്പ് കീപ്പ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ ലോൺ എമൗണ്ട് തിരിച്ചടക്കുന്ന ഒരു കാലയളവ് തന്നെ പല രീതിക്കുള്ള ആ വീടിന് മെയിൻ്റനൻസ് ചെയ്യേണ്ട പല എക്സ്പെൻസുകൾ വന്നേക്കാം. സോ ആ എക്സ്പെൻസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താ പറയുക സോർട്ട് ഔട്ട് ആക്കി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ പ്രീവിയസ്ലി തന്നെ ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, ഒപ്റ്റിമൈസ് ലോൺ റീപേയ്മെൻറ്റ്സ്, മേക്ക് പ്രീപേയ്മെൻറ്റ്സ് വെൻ എവർ പോസിബിൾ ടു റെഡ്യൂസ് ലോൺ ടെന്യൂർ ആൻഡ് ഇൻട്രസ്റ്റ് ബർഡൻ. അതായത് പ്രീപേയ്മെൻറ്റ്സ് നിങ്ങൾക്ക്, അതായത് ആ ലോൺ അടച്ചു തീർക്കേണ്ട തുക നിങ്ങൾക്ക് എത്രത്തോളം നേരത്തെ അടക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹോം ഇൻഷുറൻസ് എടുത്തു വെക്കുക അല്ലേ. പ്രൊട്ടക്ട് യുവർ പ്രോപ്പർട്ടി ഫ്രം തെഫ്റ്റ്, നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് അൺഫോർസീൻ ഡാമേജസ്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടതാണല്ലേ, നമ്മുടെ വയനാട്ടിൽ ഒരു നല്ല ശക്തമായിട്ടുള്ളൊരു ലാൻഡ് സ്ലൈഡ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു മറ്റേ അണപൊട്ടി വന്ന ഒരു വെള്ളം ഒരുപാട് ജീവൻ കവർന്നല്ലേ. അതുപോലെയുള്ള ഇൻസിഡൻസ് വരാനുള്ള പ്രോബബിലിറ്റി ഇപ്പോൾ കേരളയുടെ ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ആണ്. സോ നിങ്ങൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹോം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഹോമിൻ്റെ പൈസ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹോം ഇൻഷുറൻസ് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. Personalize your space, invest in Ducker and okay. Keep documentation safe, store property documents, loan papers and tax receipts securely. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്. അല്ലെങ്കിൽ പേപ്പർ ഉണ്ടാവും, ലീഗൽ പേപ്പറെല്ലാം ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ലോണിൻ്റെ പേപ്പറും അതുപോലെ തന്നെ നിങ്ങൾ നികുതി അടച്ചതിൻ്റെ ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പിൽ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലൊക്കേഷൻ മാറ്റേഴ്സ് ആണ് അതല്ലേ. നിങ്ങളൊരു വീട് എടുക്കുമ്പം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങളുടെ ഒരു നെയ്ബർഹുഡ്സിൻ്റെ സേഫ്റ്റി ഒക്കെ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഭാവിയിൽ അതിന് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ബിൽഡ് ചെയ്ത ആ ഹോമിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്ലേസ് ശക്തമായിട്ടും വളരാൻ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഹോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ പറയുന്നത്, ചെക്ക് ബിൽഡർ റെപ്യൂട്ടേഷൻസ്. നിങ്ങൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കരാർ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആരാണ് നിങ്ങളുടെ വീട് പണിയുന്നത് എന്നുള്ള കാര്യം അവരെ പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അല്ലേ. വെരിഫൈ ദ ബിൽഡേഴ്സ് ട്രാക്ക് റെക്കോർഡ്, ലീഗൽ ക്ലിയറൻസസ് ആൻഡ്
പ്രൊജക്ട് അപ്രൂവൽസ്, അവരെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കുക. അവർ ഇതിന് മുമ്പ് നിർമ്മിച്ചു കൊടുത്ത വീടുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഹൗസ് ഓണേഴ്സിനോടൊക്കെ നിങ്ങൾ പോയിട്ട് പറ്റുമെങ്കിൽ സംസാരിക്കുക. ഇവരൊക്കെ വീട് പണിതത് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇനി പ്രോബ്ലം ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടിഞ്ഞ് പൊളിയുകയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് തന്നെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഹോം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. പിന്നെ എന്ന് പറയുന്നത് ഇൻസ്പെക്ട് ബിഫോർ ബൈയിങ്, ഹയർ എ പ്രൊഫഷണൽ ടു അസസ് ദ പ്രോപ്പർട്ടീസ് കണ്ടീഷൻ ആൻഡ് ഐഡന്റിഫൈ ഹിഡൻ ഇഷ്യൂസ്. അത് അതായത് നിങ്ങളിപ്പം ഒരു വീട് നിങ്ങൾ നിർമ്മിക്കുകയല്ല, മറ്റൊരാളുടെ വീട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ വീടിൻ്റെ കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതലായിട്ട് വിദഗ്ധമായി പഠിക്കുന്ന ആളുകളുണ്ടാവും. സോ അവരെ നിങ്ങൾ ഹയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലീഗാലിറ്റീസ്, കൺസൾട്ട് എ ലോയർ ടു എൻഷുർ ക്ലിയർ ഓണർഷിപ്പ് ആൻഡ് അവോയ്ഡ് ലീഗൽ ഡിസ്പ്യൂട്ട്സ്. അതായത് നിങ്ങൾ ഒരു വീടിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്ത് ഒപ്പരം കൂട്ടിയിട്ട് പോകാവുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലേ. പിന്നെ എന്താ പറയുന്നത് പ്ലാൻ ഫോർ ദ ലോങ് ടേം, തിങ്ക് അഹെഡ്, കൺസിഡർ ഫാമിലി നീഡ്സ്, റീസെയിൽ വാല്യൂ ആൻഡ് ഫ്യൂച്ചർ എക്സ്പെൻസസ്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തോട്ട്സ് തന്നെയാണ്. ഓണിങ് എ ഹോം ഈസ് ജേർണി, ഇറ്റ്സ് എ മാരത്തോൺ നോട്ട് എ സ്പ്രിന്റ്, പ്ലാൻ വെൽ, സേവ് കൺസിസ്റ്റൻ്റ്ലി ആൻഡ് സ്റ്റേ ഡിസിപ്ലിൻഡ്. അതായത് ഇതൊരു മാരത്തോൺ ആണ്, ഇതൊരു ലോങ് ടേം ജേർണി ആയിരിക്കും അല്ലേ. വീടെന്ന് പറയുന്നത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഒരു സാധാരണക്കാരൻ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ കാര്യമായ രീതിയിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കണം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ തുക നീക്കി വെച്ചിട്ട് ഭാവിയിൽ അതൊരു വലിയ തുകയായി മാറും. സോ ആ തുക കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് തന്നെയാണ് അല്ലേ. അടുത്തെന്താ പറയുന്നത് യൂസ് റിസോഴ്സസ് വൈസ്ലി, എക്സ്പ്ലോർ എവറി അവൈലബിൾ ഫണ്ടിങ് ഓപ്ഷൻസ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സ്കീംസ് ആൻഡ് ടാക്സ് ബെനിഫിറ്റ്സ് അല്ലേ. നമ്മളത് പറഞ്ഞ ഫൈനലി നേരത്തെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റാർട്ട് സ്മോൾ, ബിഗിൻ വിത്ത് വാട്ട് യു ക്യാൻ അഫോർഡ് and upgrade when the time is right. Okay, remember a home is not just an investment, it is where life happens. Okay, the best investment on earth is earth. ലൂയിസ് ഗ്ലിക്മാൻ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുക എന്നാണ് ലൂയിസ് ഗ്ലിക്മാൻ പറഞ്ഞത് അല്ലേ. അതായത് ഭൂമിയിൽ നിക്ഷേപിച്ച സാധനം യാതൊരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരത് പറഞ്ഞത്. ഓക്കെ, എന്ത് തന്നെയായാലും നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ വീട് ഉണ്ടാക്കാൻ പോകുന്ന സുഹൃത്തുക്കളും മറ്റ് ആളുകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യത്തിൽ എന്താ പറയുക അവർക്ക് ഈ വീഡിയോയിൽ നിന്ന് ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുകയാണ് എങ്കിൽ അത് നമുക്ക് വലിയൊരു സക്സസ് ആണല്ലേ. അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.